ഹലോ ഫ്രണ്ട്സ്, പിറ്റൂണിയ ചെടികൾ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണല്ലേ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചെടിച്ചട്ടിയിൽ നമുക്ക് ഹാങ് ചെയ്തിടാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ പലർക്കും ഇത് സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഈ ചെടിയെ ഒഴിവാക്കാറുണ്ട്. എന്നാൽ മറ്റുള്ള ചെടികളെപ്പോലെ തന്നെ നമുക്ക് പിറ്റൂണിയ ചെടിയും സാധാരണ ചെടിച്ചട്ടിയിൽ തന്നെ വളർത്താൻ കഴിയും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഒരു ടൈഡൽ വേവ് വെറൈറ്റിയിൽപ്പെട്ട ഒരു ഐവറി റെഡ് എന്ന പിറ്റൂണിയാണ്. പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഹാങ്ങിങ് ആയിട്ടല്ല വളർത്തിയിരിക്കുന്നതെന്ന്. സാധാരണ നമ്മൾ കാണുന്ന നാടൻ വെറൈറ്റി പിറ്റൂണിയേക്കാളും തണ്ടിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ ടൈഡൽ വേവ് ഇനത്തിൽപ്പെട്ട പിറ്റൂണിയ നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ട് വളർത്താൻ കഴിയും. അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ് മുറിച്ച് നട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കൂടുതൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ ഇത് റൂട്ടായി വരുന്നതാണ്. അതേപോലെ തന്നെ റെയറായിട്ട് ഇതിനകത്ത് സീഡും ഉണ്ടാകാറുണ്ട്. ആ സീഡിൽ നിന്ന് നമുക്ക് ഇതിനെ പുതിയ പ്ലാന്റുകളാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ ആ പ്ലാന്റ് നട്ടതിന് ശേഷം ഒന്ന് വലുതായി വരുമ്പോൾ തന്നെ നമ്മളൊരു കമ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നമുക്കിതിനെ സ്റ്റാൻഡിങ് ആയിട്ട് വളർത്താൻ കഴിയും. നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ തന്നെ ഇതിനെ നടണമെന്നൊന്നുമില്ല. സാധാ നമ്മുടെ ചെടികൾ വളർത്തുന്ന വലിയ പോട്ടിൽ തന്നെ 2ഉം 3ഉം സ്റ്റെം വെച്ച് തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ കഴിയും, സ്റ്റാൻഡിങ് ആയിട്ട് തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കാണുന്നത് വളരെ ഒരുപാട് പൂക്കളൊന്നും കാണുന്നില്ല, പക്ഷേ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് പൂ കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ മഴ സീസൺ ആയതുകൊണ്ടാണ്. മഴ സമയത്ത് പൊതുവേ നമുക്ക് പിറ്റൂണിയ പ്ലാന്റ്സിലെല്ലാം തന്നെ ഇപ്പോൾ പൂക്കൾ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങൾ പിറ്റൂണിയ പ്ലാന്റ്സിനെ ഒന്ന് വളർത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.